സൂപ്പർ പ്രൈമിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ശ്രീ ജെ ആർ പത്മകുമാർ, ഒരു അഭിമുഖത്തിൽ ഗൗരവതരമായ 2 ആക്ഷേപങ്ങൾ ജേക്കബ് തോമസ് പറഞ്ഞിരിക്കുകയാണ്. ഒന്ന്, ജേക്കബ് തോമസ് പറയുന്നത് ബജറ്റ് വിൽപ്പന നടന്നിട്ടുണ്ട്. അത് കെ എം മാണി മാത്രമല്ല, കാലങ്ങളായി നടക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ബജറ്റ് വിൽപ്പന നടന്നിട്ടുണ്ട്. ഈ ബാർക്കോഴ കേസിലെ സാക്ഷികൾ ഇപ്പോഴും മൊഴി തരാൻ ഭയപ്പെടുന്നു, സമയമെടുക്കും ചിലപ്പോൾ ആ ഭയം മാറാൻ. അവർ മൊഴി നൽകുകയാണെങ്കിൽ ബാർക്കോഴ തെളിയും. അടുത്ത ഗൗരവതരമായ അദ്ദേഹം പറഞ്ഞ ആക്ഷേപം ലോകായുക്തയെ പറ്റിയാണ്. കോടതി അലക്ഷ്യത്തിൻ്റെയും ഈ ജഡ്ജിമാരുടെ പരിരക്ഷയുടെയും ബലത്തിൽ അഴിമതി വിരുദ്ധമായ അന്വേഷണത്തെയും അതിൻ്റെ റിപ്പോർട്ടിനെയും എല്ലാം പൂഴ്ത്തിവെക്കുന്നു എന്നാണ് പറയുന്നത്. ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ നിഷേധിക്കാം. ഒരു ഉദ്യോഗസ്ഥനിരുന്ന് പറയുന്നു, ചട്ടം ലംഘിക്കുന്നു, അദ്ദേഹം അതിന് ആരാണങ്ങനെ പറയാൻ? അതങ്ങ് മാറ്റിവെക്കുക. മാറ്റിവെച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ താങ്കൾ നിഷേധിക്കുന്നുണ്ടോ ഇല്ലയോ? അതുതന്നെയാണ് അതിൻ്റെ പ്രസക്തി. സർവീസ് ചട്ടങ്ങൾ വെച്ചുകൊണ്ട് നാം ഇല്ലാതാക്കുന്നത് നമുക്ക് പ്രസക്തമെന്ന് തോന്നുന്ന ഒരു കാര്യത്തെ തന്നെയാണ്. ഇല്ല, അത് തന്നെയാണ് വേണു ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഈ നിയമപരമായി അദ്ദേഹം സർവീസ് ചട്ടം അത് പാലിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് അപ്രസക്തമാണ്. അത് നിലനിൽക്കുന്നുണ്ട്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് അത് പരിശോധിക്കേണ്ടതാണ്. പക്ഷെ അതുകൊണ്ട് അദ്ദേഹം ഈ പൊതുസമൂഹത്തിൽ ഉയർത്തിവിട്ട ചില പ്രശ്നങ്ങളുണ്ട്, അത് കാണാതെ പോകരുത് എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. പിന്നെ ഒരു കാര്യം വളരെ സത്യമല്ലേ, ഈ UDF ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ഈ അഴിമതികളെക്കുറിച്ച് ജേക്കബ് തോമസിന്റെ പുസ്തകം വേണ്ടല്ലോ. കേരളത്തിലെ ജനങ്ങളുടെ തുറന്ന പുസ്തകം തന്നെ ഉണ്ടല്ലോ, ജനങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് ചർച്ച ചെയ്യപ്പെടണം, അന്വേഷണം നടത്തേണ്ട കാര്യമുണ്ട്. പക്ഷെ ഒരു നിർഭാഗ്യകരമായൊരു കാര്യം, ഇതൊക്കെ സൂചിപ്പിക്കുമ്പോഴും അദ്ദേഹം അതിനുശേഷം LDF അധികാരത്തിൽ വന്നതിന് ശേഷം ഏകദേശം 14ഓളം കേസുകൾ UDF ഗവൺമെന്റിന്റെ അഴിമതികളുമായി അന്വേഷണം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയിട്ട് ഒരെണ്ണത്തിനും മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ലല്ലോ. അവിടെ എവിടെയാണ് തടസ്സം ചെയ്യപ്പെടുന്നത്? അത് അദ്ദേഹം തുറന്നു പറയേണ്ടതായിരുന്നു. UDF ഗവൺമെന്റ് അല്ല, LDF ഗവൺമെന്റ് വന്നതിന് ശേഷം അപ്പൊ അതിന് ആരാണ് ഇദ്ദേഹം? അതെ, ശരിയാണ്. കാരണം ഇവിടെ അഴിമതി എന്ന് പറയുന്നത് വ്യക്തികൾ നടത്തുന്നു എന്നതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അരക്ഷിതരാകുന്നില്ല അവർ. ഇത് വ്യവസ്ഥാപിതവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ ആരെങ്കിലും ഒരാൾ ഒറ്റപ്പെടുന്നുവെങ്കിൽ അത് അഴിമതിക്കെതിരെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അതാണ് ഈ അവസ്ഥ ചൂണ്ടിക്കാട്ടുന്നത്. അഡ്വക്കേറ്റ് ജയശങ്കർ വളരെ ഗൗരവത്തോടൊരു വ്യക്തി പറയുകയാണ്, ഞാൻ അങ്ങ് നേരിട്ടോളാം ലോകായുക്തയെ പറ്റി പറഞ്ഞ കാര്യമെന്ന്. അതെന്തൊരു ആർജവമാണ്! ആ ആർജവം എന്ന് പറയുന്നത് ജനങ്ങളിലുള്ള വിശ്വാസമാണ്. നമുക്കറിയുന്നത് പോലെ ഉമ്മൻചാണ്ടിയാണ് ജനം ശിക്ഷിച്ചു മാറ്റിയത്. ജനം അംഗീകരിച്ചു എന്നതുകൊണ്ടാണ് ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടറായത്. ജേക്കബ് തോമസിന് ഉയർന്ന പദവിയാണ് കിട്ടിയത്. ഉള്ള പദവി പോവുകയാണ് ഉമ്മൻചാണ്ടിക്ക് സംഭവിച്ചത്. അപ്പോൾ ഇവിടെയും നമ്മുടെ പ്രഥമ ദൃഷ്ടിയിലെ വിലയിരുത്തൽ, സർവീസ് ചട്ടം എന്ന് പറയുന്ന മഹാവിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ കുറ്റവാളിയാണ് ജേക്കബ് തോമസ്. പക്ഷേ ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കോ ജേക്കബ് തോമസ് ഉന്നയിക്കുന്ന കാര്യങ്ങളെ അംഗീകരിക്കുന്ന ജനതയ്ക്ക് മുന്നിൽ വലിയ കുറ്റവാളികളാകുന്നത് ഈ ആക്ഷേപം ഉന്നയിക്കുന്നവരാകില്ലേ അഡ്വക്കേറ്റ് ജയശങ്കർ? ഒരു സംശയമില്ല വേണു, ഈ സർവീസ് ചട്ടം എന്ന് പറയുന്നത് ഭഗവത്ഗീതയോ പരിശുദ്ധ ഖുറാനോ ബൈബിളോ ഒന്നുമല്ല. അത് നാട്ടിലുള്ള പല നിയമങ്ങളും ഓരോരു നിയമം, അത് സർക്കാർ പാസ്സാക്കിയ നിയമത്തിൻ്റെ ഒരു ചട്ടം മാത്രമാണ്, റൂൾസാണ്, ആക്ട് പോലുമല്ല. അതിൻ്റെ മീതെ ഇന്ത്യൻ ഭരണഘടനയുണ്ട്, വേറെ പല കാര്യങ്ങളുമുണ്ട്. ഈ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഒക്കെ എല്ലാ ആളുകൾക്കും ഉണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് IPSകാർക്ക് അടക്കമുണ്ട്. അപ്പോൾ സർവീസ് ചട്ടം കൊണ്ട് ഇന്ത്യൻ ഭരണഘടനയെ മറികടക്കാൻ കഴിയുകയില്ല. അത് വളരെ പ്രാഥമികമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ലോകായുക്തയുടെ കാര്യം, ആ ലോകായുക്തയുടെ വിവാദപരമായ ഉത്തരവുണ്ടായ ദിവസം തന്നെ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇതുപോലുള്ള സമയത്ത് ചർച്ചയിൽ ഞാൻ പറഞ്ഞതാണ്, ഇത് പരമ അസംബന്ധമാണ്. ലോകായുക്തയെയും എനിക്കറിയാം, ജേക്കബ് തോമസിനെയും എനിക്കറിയാം. രണ്ടുപേരിലും പറ്റി എനിക്ക് വിശ്വാസം ജേക്കബ് തോമസിനെയാണ്, ലോകായുക്തയല്ല എന്ന് പറഞ്ഞതാണ്. അപ്പോൾ എനിക്ക് യാതൊരു സംശയവുമില്ല ജേക്കബ് തോമസിൻ്റെ സ്ഥാനം അത് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കേരള ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ് ജേക്കബ് തോമസ്. കാരണം അഴിമതിക്കെതിരെ വിട്ടുവീഴ്ച അദ്ദേഹത്തിന് പല പീഡനങ്ങളും അനുഭവിക്കേണ്ടി വരും. ശരി, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആര് പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ഞങ്ങൾ എതിരല്ല. ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ട്രോള് നടത്തുന്നത് പോലും കുറ്റകരമായി ശിക്ഷിക്കുന്ന നടപടി സ്വീകരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ എനിക്ക് പറയാനുള്ളതെല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ആവശ്യമില്ലാതെ
ചെളി വാരി എറിയുന്ന സമീപനം അത് ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അതിനെ ഞങ്ങൾ ശക്തമായി എതിർക്കും. മറ്റ് അഴിമതിക്കെതിരെയുള്ള അന്വേഷണം നടന്നുകൊട്ടെ, ആ അന്വേഷണം ഞങ്ങൾ സർവാത്മന സ്വാഗതം ചെയ്യുന്നു. ആർക്കും ഞങ്ങൾ ആ കാര്യത്തിൽ ശരി. ശ്രീ ഉമ്മൻചാണ്ടി ആകെ ഉമ്മൻചാണ്ടിയോട് സൂപ്പർ പ്രൈം ടൈമിന് പറയാനുള്ള ഒരു ഒറ്റ കാര്യമാണ്, ഇന്ന് പുസ്തക പ്രകാശനം തടയാൻ അങ്ങേക്ക് കഴിഞ്ഞു, പക്ഷേ പുസ്തകത്തിന്റെ പ്രകാശം കൂടി വരികയാണ്. വളരെയധികം നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.